സർ, തിരുവനന്തപുരത്ത് വെച്ച് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം വി ഡി സതീശനും VM സുധീരനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലത്ത് CV പത്മരാജൻ അവാർഡ് ദാന ചടങ്ങിൽ ഈ വി ഡി സതീശനും VM സുധീരനും തമ്മിൽ കണ്ടുമുട്ടി. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചുള്ള ഈ കൂടിക്കാഴ്ച ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിലെന്തെങ്കിലും ഒരു കെമിസ്ട്രി ഉണ്ടോ, അതോ ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ? ഇവർ തമ്മിലുള്ള അഭിപ്രായങ്ങളും ഇവരുടെ സംസാരം ഇപ്പോൾ പ്രസംഗിക്കുമ്പോഴൊക്കെ മറ്റേയാളെ പൊക്കി പറയുന്നതും ഒക്കെ ഒരു ഇതാണോ, ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ, അതോ ഇതിൻ്റെ ഇടയിലൂടെ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ, ഒരു ഇന്നർ പൊളിറ്റിക്സ് ഇതിലുണ്ടോ? സാധാരണ ഭാഷയിൽ പറഞ്ഞ രാഷ്ട്രീയ ഗിമിക്ക് എന്ന് പറയും. മനസ്സിലാവും. പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ ഓടി നടന്ന് എല്ലായിടത്തും പറയത്തില്ലേ, നന്ദിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാകിട്ടി, അദ്ദേഹം മുഖ്യമന്ത്രിയായി അദ്ദേഹം ഓടി നടന്ന് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട നമ്മൾ ചില ആൾക്കാരെ കണ്ടു, പിന്നെ മിക്കവാറുള്ളവരെ കണ്ട് ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യം ചെന്ന ഇടങ്ങളിൽ AK ആന്റണി പോലെ VM സുധീരന്റെ വീട്ടിൽ പോയി, കാർത്തികേയന്റെ വീട്ടിൽ പോയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കാർത്തികേയന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ പറയാം, കാർത്തികേയന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ MLA ആക്കുന്നതിന് എല്ലാവരും തള്ളിയപ്പോൾ ആകപ്പാടെ നിന്നിട്ടുള്ള ഒരു നേതാവ്, എൻ്റെ ഈ ഒരു ഇവിടം വരെ എത്തിച്ചതിന് എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നപ്പോൾ എനിക്കൊരു സീറ്റ് തരുന്നതിന് വേണ്ടി നിന്ന ആൾ കാർത്തികേയൻ. അത് പുള്ളി പറഞ്ഞ ശരിയാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നത് പറഞ്ഞേ ഒക്കത്തുള്ളൂ, എന്നെ ഒരു മകന്റെ ഒരു സ്ഥാനത്താണ് കണ്ടത്. കാർത്തികേയന്റെ ഭാര്യയും പറയുന്നത് ബോൾഡ് സ്ത്രീയാണ് കാർത്തികേയൻ. അപ്പോൾ അവരും ഇത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു കാർത്തികേയൻ കരുതിയിരുന്നത്. അത് ഒരു പക്ഷേ ശരിയാണ്. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തിന് കാണണ്ടേ. അപ്പോൾ മറ്റു പലരെയും കണ്ടു, സുധീരനെ കണ്ടു. സുധീരനെ കണ്ടപ്പോൾ സുധീരനായിട്ടുള്ള കെമിസ്ട്രി എനിക്കറിയത്തില്ല, കാർത്തികനുമായിട്ടുള്ള പോലുള്ള ആത്മബന്ധം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ഇപ്പം പേഴ്സണലി ഒരുപക്ഷെ VM സുധീരനെ VD സതീശൻ്റെ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ഒരു വിചാരം അനുസരിച്ച് അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബുദ്ധിമാനായ സതീശൻ ഈ സുധീരനെ കണ്ടതാണ്. കാരണം ബുദ്ധിമാനായ സതീശൻ ഈ സുധീരനെ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ VD സതീശൻ അറിയാം സുധീരൻ പാഷാണത്തി കൃമിയാണ്. മനസ്സിലായില്ലേ? കാരണം ഈ എല്ലാവരും നോക്കുമ്പം സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉറവിടവും അല്ലെങ്കിൽ പടവലവും മറ്റത് മറിച്ചതും ഒക്കെ പറയുമ്പം ഇയാളുടെ പണിയെന്ന് പറഞ്ഞാൽ ഇയാൾ എവിടെ ഇരുന്നോ അവിടെ കലക്കേ പോകത്തുള്ളൂ. ഇയാൾ ഇരിക്കാത്ത ഇടമൊന്നുമില്ല. സ്പീക്കറായിട്ടും മന്ത്രിയായിട്ട് MP ആയിട്ട് MLA ആയിട്ടും ഒക്കെ ഇരുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇയാൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവാഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആവാൻ പറ്റുന്ന ഒരു ഇടമില്ലെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ട് പിന്തിരിഞ്ഞ് പോയതാണ്. ഇയാൾക്ക് ഇതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പലതും പറഞ്ഞിട്ടുള്ളത്, ഇയാൾക്ക് വേറെ ആരും ഈ ഒരു പക്ഷേ ചാണ്ടിയുടെ കാലത്ത് ഇയാൾ ശല്യമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, കരുണാകരൻ്റെ കാലത്ത് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കരുണാകരൻ പിന്നെ പണി നടക്കാത്തതുകൊണ്ട് കരുണാകരൻ അത് കൈകാര്യം ചെയ്തങ്ങ് വിട്ടതാണ്. ചാണ്ടിയുടെ കാലത്ത് അന്ന് അയാൾ ഭരിക്കാൻ സംഭവിച്ചില്ല. ചാണ്ടിയുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ 2 സീറ്റിനാണ് ഭരിക്കുന്നത്. ഈ സമയത്ത് അവിടെ മദ്യത്തിൻ്റെ വിഷയം കൊണ്ടുവന്നു, മാണിയെ ഇളക്കി വിട്ടു, ബാബുവിനെ ഇളക്കി വിട്ടു. ഇത് മദ്യരാജാക്കന്മാർ ഭരിക്കുന്ന ഇടമാണെന്ന് പറഞ്ഞ് മദ്യരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെ മദ്യം മൊത്തം നിർത്തി, അല്ലെങ്കിൽ അതിൻ്റെ നിർത്തി കഴിയുമ്പോൾ എന്ത് വരും, ഈ മദ്യം കുടിക്കാത്തതും കുടിക്കാതിരിക്കത്തൊന്നും നാട്ടിൽ മൊത്തം മാറ്റിക്കാരായും. രണ്ടാമത് ഗവൺമെന്റിന് കിട്ടേണ്ട നികുതി കിട്ടാതെയായി. രണ്ടാമത് ഏറ്റവും സംശുദ്ധമായിട്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു പൈസ ഉണ്ടാക്കാത്ത ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആളെ മദ്യരാജാക്കന്മാരുടെ ആളാക്കി മാറ്റി. അപ്പോൾ അത് എങ്ങനെയും പൊളിക്കാൻ നോക്കി. പിന്നെ അയാൾ ഈ സരിതയും സവിതയും സംഗീതയൊക്കെ വന്നില്ല അന്നേരം. അതിൻ്റെ എല്ലാം പുറയിൽ വേണ്ട വിധത്തിലുള്ള കളിയൊക്കെ കളിച്ചോ നാശം. ഇപ്പം ഇത് വന്നപ്പം സതീശൻ അറിയാം ഈ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്, ഇത് കൈകാര്യം ഏത് സമയവും കയറി നാശം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് പോയി അങ്ങ് പറഞ്ഞിട്ട് ഞാനെങ്ങനെ ഭരിക്കണം, അവിടെ അങ്ങക്കല്ലേ അറിയത്തുള്ളൂ, അങ്ങേപ്പോലുള്ള ഒരാൾ പറയുന്നത് പോലെ ഭരിക്കാനാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ കാണിച്ച് പുള്ളി അവിടെ ചോദിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പം ഇയാൾ ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ, അയാൾ ധനമന്ത്രി ആയതുകൊണ്ട് അതിൻ്റെ ടാക്സ് അന്ന് ഇറങ്ങി, നടക്കത്തില്ല മദ്യം, ഇവിടെ നടക്കത്തില്ല, മദ്യം നമുക്ക് ഒക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പഴയ മദ്യം കൊണ്ട് പുള്ളി ചാടി ഇറങ്ങി നാശം ഉണ്ടാക്കി. അതിനകത്ത് VD സതീശനായിട്ട് നല്ലതുപോലെ രാഷ്ട്രീയം അറിയാം. അയാൾ നിയമസഭയിൽ പറഞ്ഞ് ഞാൻ മദ്യം കൊണ്ടിരുന്ന കാര്യം പറഞ്ഞില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റാണ് ഈ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഈ മദ്യം നിലവിൽ വരുവാണെങ്കിൽ അതിൻ്റെ വിലയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞ് അയാളത് ഓവർകം ചെയ്തു. എന്നിട്ടും റോഡിൽ പറഞ്ഞു മദ്യം കൊണ്ടുവരുത്തില്ല എന്നുള്ള കാര്യം ഫേസ്ബുക്കിലും റോഡിലും ഇപ്പോൾ KSU പ്രസിഡന്റ് കാണിക്കുന്നത് VD സതീശൻ അല്ലെങ്കിൽ സുധീരൻ കാണിച്ചു. അതിൻ്റെ വഷളാക്കാനൊക്കെയുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളി ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ചുരണ്ടി വരുന്നുണ്ട്. പിണറായി വിജയൻ്റെ ഗതി അറിയാമോ? നാട്ടുകാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് നാട്ടുകാരുടെ അടുത്ത്
മാന്യമായിട്ട് പെരുമാറാഞ്ഞതും അല്ലെങ്കിൽ തൻ പ്രമാണത്വത്തിൽ ഒറ്റയാൻ പട്ടാളമായിട്ട് സ്വന്തമായിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ വന്നതുകൊണ്ടാണ് പിണറായിക്ക് ഈ ഗതി വന്നത്. അതായത് സുധീരൻ വീണ്ടും സതീശനെതിരെ വളരെ കൃത്യമായിട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളാണ്. വേറെ ആരോ ആലോചിക്കുന്നില്ല. തൻപ്രമാണിത്വമാണ്. അത്തരത്തിലൊരു മുഖ്യമന്ത്രി അല്ല വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ലേ, ആമയെ ചുടുവാങ്കി മലത്തിയിട്ട് ചൂടണേ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നൊരു വഴഞ്ചൊല്ലുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സുധീരൻ പറഞ്ഞു തുടങ്ങി. അപ്പൊ എന്നെ ജേറി പറഞ്ഞ പോലെ എന്നെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഈ പറയുന്നത് എന്തുവാന്നുള്ള കാര്യം വി ഡി സതീശന് മനസ്സിലായിട്ട്. വി ഡി സതീശൻ അപ്പൊ ഇന്നലെ കൊല്ലത്ത് പരിപാടി ഉണ്ടായിരുന്നു. ഈ പത്മരാജൻ അല്ലേ, അവാർഡിനകത്ത് സുധീരനെയാ കണ്ടെത്തിയേക്കുന്നത്. അപ്പം മുഖ്യമന്ത്രിയാണ് ഇത് കൊടുക്കാൻ ഏൽപ്പിച്ചു. അവിടെ ചെന്നിട്ട് ഈ അറിയാമല്ലോ ഈ സാധനത്തിന് പുള്ളി ഇങ്ങനെ നോക്കി വെച്ചേക്കാം, എനിക്ക് പണിയും എത്ര ആയാലും പണിയും എങ്ങനായാലും പണി. ഇയാൾ ഇനി എന്തോ കൊടുത്തെന്ന് പറഞ്ഞാലും അമ്പലപ്പുഴ പാൽപ്പായസം ഡെയിലി കൊണ്ട് കൊടുത്താൽ ഇയാളെ പണി ഇതാ, പാമ്പിന് പാല് കൊടുത്താൽ എങ്ങനെ ഇരിക്കും, കൊടുക്കുന്നവനെ കൊത്തും, അതിനതേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സുധീരൻ എന്താന്നുള്ള ഒരു വി ഡി സതീശൻ അറിയാം. അത് അവിടെ ചെന്ന് സുധീരനെ വീണ്ടും പൊക്കിയാൻ കഴിച്ചു. കുറച്ച് ദിവസത്തേക്ക് ഒരു ആശ്വാസം കിട്ടില്ല. നമ്മൾ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഭ്രാന്തന്മാർക്ക് കൊടുക്കത്തില്ലേ, അന്നേരം കുറെ. അപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞ് സുധീരനെ പോലുള്ള ഒരാള് നാട്ടിലുണ്ടാവുന്ന നാടിന് തന്നെ ഗുണമാണ്, അല്ലെങ്കിൽ മറ്റതാണ് മറിച്ചാണ്, ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ ഉപദേശമില്ലാതെ മുമ്പോട്ട് പോകാനൊക്കെ അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ചോദിക്കുന്നുണ്ട്, ഇതുപോലെയുള്ളവർ കേരളത്തിലുണ്ടാവണം, രാഷ്ട്രീയ പാർട്ടിയിലുണ്ടാവണം, ഇത് കോൺഗ്രസിന്റെ ഒരു അസറ്റാണെന്നുള്ള രീതിയിലൊക്കെ പൊക്കി അങ്ങ് അടിച്ച് സംസാരിച്ച് നാശമാക്കി, മനസ്സിലായില്ലേ. അപ്പം മാത്രവുമല്ല, ഇദ്ദേഹം ഇരുന്ന കാലഘട്ടത്തിലാണ് KPCCയുടെ പ്രസിഡന്റായിട്ട് ഇദ്ദേഹം ഇരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വൈസ് പ്രസിഡന്റായിട്ട് ഇരുന്നത് KPCCയുടെ. അപ്പം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇരുണ്ട കാലഘട്ടം, മനസ്സിലായി. KPCCയുടെ പ്രസിഡന്റ് വലിയ കാര്യമായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ച് ഇവിടുത്തെ കൊണ്ടുവരണം. അതങ്ങ് കോൺഗ്രസ് ഇനിയും ഇതുപോലെ അതപ്പതിക്കാനൊരു സമയമില്ലായിരുന്നു അയാൾ വന്നതിന് ശേഷം. ഇയാൾ തന്നെത്താനെ, എനിക്ക് തോന്നുന്നു ഇയാള് മനസ്സിലാക്കി തന്നെത്താനെ മാറ്റി ഇറങ്ങിപ്പോയിട്ടാ പിന്നെ ഇത് വൃത്തിയായിട്ട് ഗുണം പിടിച്ചിട്ടുമില്ല. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ എന്നെയാണ് KPCC പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ശുപാർശ ചെയ്തത്. ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല. സതീശൻ പറയാം, ഉപദേശിച്ചിട്ടില്ലേനും സുധീരന് പറയാനൊക്കത്തില്ല ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. അത് ആർക്കും തെളിവുമില്ല. ഹൈക്കമാൻഡ് പറയത്തില്ല ഇയാൾ പറഞ്ഞ് സുധീരൻ പറഞ്ഞായിരുന്നോ പറഞ്ഞില്ലായിരുന്നോ എന്ന് ഹൈക്കമാൻഡും പറയത്തില്ല. ഇങ്ങനെ ഉപദേശിച്ച് എന്നെയായിരുന്നു തീരുമാനിച്ചത്. അപ്പൊ അത്രയ്ക്ക് കരുതലോടുകൂടി അന്ന് തൊട്ടേ എന്നെ കണ്ടിരുന്ന, എന്നിലുണ്ടായിരുന്ന നേതാവിനെ കണ്ടിരുന്ന, എൻ്റെ ഉന്നതി മാത്രം പ്രതീക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു സുധീരൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കയറ്റിട്ടുണ്ട്. ഒരു കത്ത് നമ്മൾ പറയത്തില്ലേ, ഈ നമ്മുടെ ഈ സാത്താൻ എന്താ പറയുന്നത്, ഭൂതത്തെ പിടിച്ച് കുപ്പിക്കകത്തിട്ട് അടയ്ക്കുന്നേ, അതുപോലെ പുള്ളി ഇതിനെ പിടിച്ച് കുപ്പിക്കകത്തിട്ട് അടച്ചു. അല്ലെങ്കിൽ നമ്മളെ പറയത്തില്ലേ മണിച്ചിത്ര, ഈ പ്രേതത്തിനെയൊക്കെ പിടിച്ച് മണിച്ചത്ര താഴ്ത്തി ഞാൻ പൂട്ടി എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ പൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സതീശൻ അത് വളരെ, കാരണം സതീശന് 4 വഴിക്കൂടെ ശല്യം. അത് KSUവിന്റെ രൂപത്തിലുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ രൂപത്തിലുണ്ട്, KPCC എക്സിക്യൂട്ടീവിന്റെ രൂപത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്. ഈ മുഖ്യമന്ത്രി ആകുന്നതിന് കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ട് അത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആകുന്ന ഒരു കീഴ്വഴക്കം എപ്പോഴും ഉള്ളപ്പോൾ 1-2 വട്ടം മാത്രം അത് മാറി വന്നിട്ട്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവണ്ടെന്നുള്ള രീതിയിലേക്ക് ഭൂരിപക്ഷം വന്നപ്പോൾ വന്നില്ലേ, അതൊരു ഭഗീരഥ പ്രയത്നമായിരുന്നല്ലോ. പുള്ളിക്കറിയാം ഈ പ്രാവശ്യം മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഇപ്പം രമേശ് ചെന്നിത്തലയുടെ കൂട്ടർ റോളോ എല്ലാം കിട്ടും, കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അതിനകത്ത് പുള്ളി ഫൈറ്റ് ചെയ്ത് വന്നു. അതിനുശേഷം 2 മാസം ആയതേ ഉള്ളൂ. KSUവിന്റെ രൂപത്തിൽ പ്രശ്നമാണ്, യൂത്ത് കോൺഗ്രസിന്റെ രൂപത്തിൽ പ്രശ്നമാണ്, സുധീരന്റെ രൂപത്തിൽ പ്രശ്നമാണ്. ഇതിനെയെല്ലാം പ്രതിപക്ഷം വരുന്നതിനെ എല്ലാം പുള്ളി നിയമസഭയിലും വെളിയിലും അടിച്ച് തീർക്കുന്നുണ്ട്. അതിന്റെ കൂടെ അതിനെക്കാട്ടി വലിയ കൊള്ളി വരുന്നതിൽ നിന്ന് സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് അങ്ങനെ ഇപ്പം സുധീരന്റെ കാര്യത്തിൽ തൽക്കാലത്തേക്ക് ഒരു തീരുമാനം, എത്ര ദിവസത്തേക്കുണ്ടെന്നുള്ളതിനെ പറ്റി എനിക്കറിയുന്നില്ല. തൽക്കാലത്തേക്ക് നമ്മൾ പറയത്തില്ലൊന്ന് തളച്ചിട്ടുണ്ട്. ഇപ്പം അതിന്റെ ഒരു ആശ്വാസം കിട്ടും. പക്ഷെ എത്ര ദിവസം വരെ ഉണ്ട് എന്നുള്ളതിനെ പറ്റി അറിയില്ല. വീണ്ടും തളയ്ക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് അടങ്ങിയിരിക്കുന്നല്ല, പുള്ളിക്ക് സഹിക്കത്തില്ല. ചില ആൾക്കാരുണ്ടല്ലോ, അയൽവക്കാരെ കാർ മേടിച്ചാലും വീട് പണിഞ്ഞാലും പെയിന്റ് അടിച്ചാലും ഒക്കെ എന്ന് പറഞ്ഞുള്ളൊരു പ്രകൃതമാണ് സുധീരൻ്റെത്. അപ്പം അതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈകാര്യം ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ട് ചേർത്ത് പിടിച്ച് ഇയാൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നതെന്നുള്ള രീതി സംസാരിച്ചൊക്കെ എങ്ങനെയൊക്കെ പോകണം. ഏതായാലും കാര്യങ്ങൾ അറിയാവുന്ന ആളായിട്ടാണല്ലോ മന്ത്രി പോലും ആവാതെ ഇരുന്നിട്ടും ആരും സഹായിക്കാതിരുന്നിട്ടും സ്വന്തം വഴി വെട്ടി ഒരുപക്ഷെ മുഖ്യമന്ത്രി വരെ ആകാൻ ഒത്തത്. ഇനിയും കടമ്പകൾ ഏറെയാണ് കൊണ്ടുപോകുന്നതിന്. അത് പിന്നെ വി ഡി സതീശൻ ആയതുകൊണ്ട് ചെയ്തോളും എന്ന് നമുക്ക് വിചാരിക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.